ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിവിഷണൽ അക്കൗണ്ടൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോകൾ കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ആൻ NRI ഫോറിൻ ഇൻകം ഈസ് ആൻസർ നോൺ ടാക്സബിൾ ഇൻ ഇന്ത്യ. അതായത് ഒരു NRI നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ഫോറിൻ ഇൻകത്തിന് അയാൾ എന്ത് കൊടുക്കേണ്ട? ടാക്സ് ഇന്ത്യൻ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതായിട്ട് ഇല്ല. അതായത് അയാൾ അബ്രോഡിൽ ഉണ്ടാക്കിയ ക്യാഷിന് ഇന്ത്യൻ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് ഇല്ല. അതുപോലെ തന്നെ NRE അക്കൗണ്ടിനും FCNR അക്കൗണ്ടിനും അയാൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിനും അയാൾ എന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കണ്ട. ഈ രണ്ട് അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് അബ്രോഡിൽ ഉണ്ടാക്കിയ ഇൻകം അയാൾ ഇന്ത്യയിലെ ഏതെങ്കിലും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അയാൾക്ക് തീർച്ചയായിട്ടും എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. എന്നാൽ ഈ ഇൻട്രസ്റ്റിനും ഇയാൾ എന്ത് കൊടുക്കണ്ട? ഇന്ത്യൻ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കണ്ട. NRE അക്കൗണ്ട് എന്ന് പറയുന്നത് ഫോറിനിൽ ഉണ്ടാക്കിയ ക്യാഷ് ഇന്ത്യയിൽ എന്ത് ചെയ്യാണ്? ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കൊടുക്കും. ആ ഇൻട്രസ്റ്റിന് എന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കണ്ട. അതുപോലെ തന്നെ FCNR അക്കൗണ്ട്, അതായത് ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് അബ്രോഡിൽ ഉണ്ടാക്കിയ ക്യാഷ്, ഓവർസീസിൽ ഉണ്ടാക്കിയ ക്യാഷ് അയാൾക്ക് ഫോറിൻ കറൻസി ആയിട്ട് തന്നെ ടേം ഡെപ്പോസിറ്റ് ആയിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനും അയാൾ എന്ത് കൊടുക്കണ്ട? ഇൻട്രസ്റ്റ് കൊടുക്കണ്ട. എന്നാൽ NRO അക്കൗണ്ടാണ് അയാൾ ഓപ്പൺ ചെയ്തിരിക്കുന്നതെങ്കിൽ, അതായത് ഇന്ത്യയിൽ തന്നെ അയാൾ ഏൺ ചെയ്ത എമൗണ്ട് ഇന്ത്യയിലെ ബാങ്കിൽ തന്നെ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ ഗവൺമെൻറ്റിന് അയാൾ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. അതുപോലെ തന്നെ അതിൽ ഏൺ ചെയ്യുന്ന ഇൻട്രസ്റ്റിനും അയാൾ ഇന്ത്യൻ ഗവൺമെൻറ്റിന് എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, ലോസ് അണ്ടർ ദി ഹെഡ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻസ്. അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് പറയുന്നത്. കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി അതർ ഇൻകം ആൻഡ് ഷാൽ ബി ക്യാരിഡ് ഫോർവേഡ്. അതായത് ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ അണ്ടറിൽ വരുന്ന ലോസ് ഒരിക്കലും നമുക്ക് മറ്റൊരു ഇൻകത്തിൽ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അത് ക്യാപിറ്റൽ ഗെയിൻസിൽ വരുന്ന ഇൻകത്തിന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതായത് ക്യാപിറ്റൽ ഗെയിൻസിൽ വരുന്ന ലോസിനെ നമുക്ക് മറ്റുള്ള ഹെഡിൽ വരുന്ന ലോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ ലോസിനെ ക്യാപിറ്റൽ ഗെയിൻസിന്, അതായത് ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ അണ്ടറിൽ തന്നെ വരുന്ന പ്രോഫിറ്റിനോ അല്ലെ ഇൻകത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. GST സ്റ്റാൻഡ്സ് ഫോർ ആൻസർ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ പീപ്പിൾ ലൈക്ക് ഡോക്ടേഴ്സ്, ആർക്കിടെക്ട്സ്, ലോയേഴ്സ് എക്സെട്ര ഫ്രം ദെയർ ക്ലയൻറ്റ്സ് ഈസ് ട്രീറ്റഡ് അണ്ടർ ദി ഹെഡ് ആൻസർ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. അപ്പോൾ ഡോക്ടേഴ്സ്, ആർക്കിടെക്ട്സ്, ലോയേഴ്സ് ഇവർക്ക് കിട്ടുന്ന ഫീസ്, അതായത് ക്ലയൻസിൽ നിന്ന് കിട്ടുന്ന ഫീസ് ഇൻകം ടാക്സ് അനുസരിച്ചിട്ട് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഹെഡിലാണ് വരുന്നത്. ഡാഷ് ഈസ് എനി കാഷ്വൽ എമോളുമെൻറ്റ്, ഫീ ഓർ പ്രോഫിറ്റ് അറ്റാച്ച്ഡ് ടു ആൻ ഓഫീസ് ഓർ പൊസിഷൻ ഇൻ അഡീഷൻ ടു സാലറി ഓർ വേജസ് ആൻസർ പെർക്വിസിറ്റ്. അപ്പോൾ പെർക്വിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാലറിയോ വേജസോ കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു എംപ്ലോയിക്ക് അയാളുടെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റിക്കാണ്, അതായത് പ്രതിഫലത്തിനാണ് എന്ത് വിളിക്കുന്നത്? പെർക്വിസിറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പോൾ റെൻറ്റ് ഫ്രീ ആയിട്ട് ക്വാർട്ടേഴ്സ് കൊടുക്കുക, അതല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയും ഗ്യാസ് കണക്ഷനും ഒക്കെ ഫ്രീ ആയിട്ട് ഒരു എംപ്ലോയിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം പെർക്വിസിറ്റിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ബിസിനസ് ലോസസ് കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി ഇൻകം എക്സെപ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ക്യാപിറ്റൽ ഗെയിൻസ്, ഇൻകം ഫ്രം സാലറി. ആൻസർ ഇൻകം ഫ്രം സാലറി ആണ്. അതായത് ക്യാപിറ്റൽ ലോസ് ഏതിൽ നിന്ന് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ക്യാപിറ്റൽ ലോസ് ഏതിൽ നിന്നൊക്കെ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നും ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും നമുക്ക് ബിസിനസ് ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇൻകം ഫ്രം സാലറിയിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വോളണ്ടറി റിട്ടേൺ ഈസ് ഫിൽഡ് അണ്ടർ ആൻസർ സെക്ഷൻ 139 സബ്സെക്ഷൻ 1. എക്സ് പാർട്ടി അസസ്മെൻറ്റ് ഈസ് ഓൾസോ കോൾഡ് ആൻസർ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. ബാലൻസ് ഇൻ ദി ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു ആൻസർ ക്യാപിറ്റൽ റിസർവ്. Last question, the sinking fund account is finally closed by transferring the balance to answer general reserve account.